വിജയുടെ നമസ്കാരം. നമസ്കാരം. ഛത്തീസ്ഗഡിൽ കോൺഗ്രസ് വട്ടപൂജ്യമായി. ഡൽഹിയിൽ അതിനു മുമ്പേ കോൺഗ്രസ് വട്ടപൂജ്യമായി. ഇനി കോൺഗ്രസ് വട്ടപൂജ്യമാകേണ്ട ഒരു സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്നുള്ള ചർച്ചകളും ആ സമയം നമ്മൾ നടത്തിയായിരുന്നു. അതിനുശേഷമാണ് ഗുജറാത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് വന്നത്. ഇന്ന് അതിന്റെ വോട്ടെണ്ണലാണ്. ആ വോട്ടെണ്ണലിൽ ആസ് യൂഷ്വൽ അത്ഭുതങ്ങളൊന്നും തന്നെ സംഭവിക്കാനില്ല. കോൺഗ്രസ് അവിടെയും 3-ാം സ്ഥാനത്താണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ കാണുന്നത് BJP, കോൺഗ്രസ്, അതേഴ്സ് എന്നല്ലേ കാണുന്നത്. BJPക്ക് ഒരു 10 സീറ്റ് ആണെങ്കിൽ കോൺഗ്രസിന് ഒരു 5 സീറ്റ് കാണും, അതേഴ്സിന് 1, 0 അങ്ങനെയൊക്കെ ആയിരിക്കും. പക്ഷെ ഇവിടെ നേരെ തിരിച്ചാണ്. BJP ആദ്യം, അതേഴ്സ് ആണ് രണ്ടാമത്. അത് കഴിഞ്ഞാണ് കോൺഗ്രസ് വരുന്നത് എന്നുള്ളതാണ്. അതായത് മറ്റു പാർട്ടികളെക്കാട്ടിലും പിറകിലായി പോയിരിക്കുന്നു കോൺഗ്രസ് എന്നുള്ളത്. മുനിസിപ്പാലിറ്റി റിസൾട്ട്സ് നോക്കുമ്പോൾ 906 വാർഡുകളിൽ BJP കുതിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. അതേഴ്സ് 147 സ്ഥലത്ത്. ഇതിനകത്ത് ആം ആദ്മി പാർട്ടി വരെ ഉൾപ്പെടും കേട്ടോ. INC, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, വെറും 139 സ്ഥലത്ത് മാത്രമാണുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് സമ്പൂർണമായിട്ടുള്ള ആധിപത്യമാണ് BJP ഗുജറാത്തിൽ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു സമയത്ത് കോൺഗ്രസ് ഭരിച്ച ഒരു സംസ്ഥാനമാണ് ഗുജറാത്ത് എന്ന് പറയുന്നത്. കോൺഗ്രസ് അന്നും ഇന്നും തങ്ങളുടെ പേരിന്റെ അങ്ങറ്റം ഒട്ടിച്ചു വയ്ക്കുന്ന അല്ലെങ്കിൽ ചേർത്ത് വയ്ക്കുന്ന ഗാന്ധി എന്ന് പറയുന്ന ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് ജനിച്ച ഒരു മണ്ണാണ് ഗുജറാത്തിന്റെ മണ്ണ് എന്ന് പറയുന്നത്. ആ മണ്ണ് കോൺഗ്രസിന് ഇന്നല്ല, ഒരുപാട് നാളായി അന്യം വന്നിട്ട്. അത് കോൺഗ്രസിന് തിരിച്ചു പിടിക്കാനായിട്ട് സാധിക്കുന്നുമില്ല. എന്താണ് ഈ ഗുജറാത്തിൽ കോൺഗ്രസിന്റെ ഈ ഒരു അപജയത്തിന് കാരണം? കോൺഗ്രസ് ഇപ്പോഴും അവിടെ ശക്തമാണോ? കാരണം ഞാൻ ചോദിക്കാനുള്ള കാരണം, വിജയേട്ടൻ ഗുജറാത്തിൽ പോയിട്ടുണ്ട്. മാധ്യമ പ്രവർത്തനത്തിന്റെ ആദ്യത്തെ തുടങ്ങുന്നത് ഗുജറാത്തിലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തോ സന്ദേശം എന്ന് പറയുന്ന പത്രത്തിലായിരുന്നു താങ്കൾ ആദ്യമായിട്ട് മാധ്യമ പ്രവർത്തനം തുടങ്ങിയത്. അപ്പൊ താങ്കൾക്ക് ഗുജറാത്തിന്റെ മുക്കും മൂലയും അന്ന് തൊട്ട് അറിയാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോ എന്തായിരുന്നു അന്ന് മുതൽ ഇന്ന് വരെ നോക്കുമ്പോൾ ഈ ഗുജറാത്തിൽ എന്താണ് സംഭവിച്ചത് അർത്ഥത്തിൽ കോൺഗ്രസിന്? കോൺഗ്രസിന്റെ ഒരു പ്രധാനപ്പെട്ട ശക്തി കേന്ദ്രമായിരുന്നു ഗുജറാത്ത്. ആയിരുന്നു എന്നല്ല, എനിക്ക് തോന്നുന്നത് ഇപ്പോഴും കോൺഗ്രസിന്റെ ശക്തി അവിടെ ക്ഷയിച്ചിട്ടുണ്ടെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല. അവർക്ക് അവരുടെ ഇടയിൽ ചില പ്രശ്നങ്ങളാണ് അവരെ ഇപ്പോഴും പിന്നാക്കം അടിക്കുന്നത്. കാരണം അവിടെ ചില ശക്തി കേന്ദ്രങ്ങൾ ഇപ്പോഴും ഉണ്ട്, പ്രത്യേകിച്ച് ട്രൈബ്സ് ഏരിയയിലൊക്കെ ഇപ്പോഴും ശക്തിയുള്ള സ്ഥലമാണ്. 1990 വരെ കോൺഗ്രസ് വളരെ ശക്തമായി. 1985 മാധവ് സിംഗ് സോളങ്കി അധികാരത്തിൽ വന്ന 145 സീറ്റോട് കൂടിയാണ്. ആ റെക്കോർഡാണ് ഇപ്രാവശ്യം BJP 156 സീറ്റ് പിടിച്ചോണ്ട് ബ്രേക്ക് ചെയ്തത്. ആ റെക്കോർഡാണ്. പക്ഷെ അതിനുശേഷം അവിടെ ഈ കോൺഗ്രസിന് എക്കാലവും പിന്തുണ നൽകിയിരുന്നത് 10% മുസ്ലിം വോട്ടർമാർ, മുസ്ലിം, അതുപോലെ ദളിത്, ആദിവാസി, പട്ടേദാർ വിഭാഗം, OBC വിഭാഗങ്ങളും ഒക്കെയാണ് പിന്തുണ നൽകിയിരുന്നത്. പിന്നീട് BJP അവിടെ കാലങ്ങളായിട്ട് BJP ശരിക്കും പറഞ്ഞാൽ RSSനേക്കാൾ കൂടുതൽ അവിടെ വർക്ക് ഉള്ളതും അടിത്തട്ടിൽ ഇതുള്ളത് വിശ്വ ഹിന്ദു പരിഷത്തിനാണ്. പ്രവീൺ തൊഗാഡിയെ പോലുള്ള അശോക് സിംഗാളും ഒക്കെ അവിടെ ദീർഘകാലം അവിടെ പണിയെടുത്തിട്ടുള്ളതാണ്. വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ഒരു വലിയ തട്ടകം. എനിക്ക് തോന്നുന്നത് അവിടെ RSS ശാഖയേക്കാൾ കൂടുതൽ ഈ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ സത്സംഗങ്ങളും മറ്റുമുള്ള ഒരു സംസ്ഥാനം കൂടിയാണ്. വിശ്വ ഹിന്ദു പരിഷത്തിന് വലിയ ഹോൾഡുള്ള ഒരു സംസ്ഥാനമാണ്. വിശ്വ ഹിന്ദു പരിഷത്തിന് മാത്രമല്ല, ഈ സംഘപരിവാറിന്റെ തന്നെ ഈ ഭക്തിയുമായി റിലേറ്റഡ് ചെയ്തു പോകുന്ന അവരുടെ പ്രസ്ഥാനങ്ങൾക്കെല്ലാം വലിയ വേരോട്ടമുള്ള ഒരു സ്ഥലം കൂടിയാണ് ഈ ഗുജറാത്ത്. അതിന് ഗുജറാത്തിലേക്ക് BJP പതുക്കെ കടന്നു വരുമ്പോ അവരാദ്യം കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത് ഈ ക്ഷീര ഇതുണ്ടല്ലോ, സഹകരണ സംഘങ്ങൾ. നമ്മുടെ നാട്ടിലെ നമ്മുടെ പാൽ സൊസൈറ്റി, നമ്മൾ പലപ്പോഴും കളിയാക്കാറുണ്ട്. BJPക്കാരെ എപ്പോഴും കളിയാക്കുന്ന ഒരു കാര്യമുണ്ട് നമ്മുടെ കേരളത്തിൽ. പാൽ സൊസൈറ്റി തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് കിട്ടിയതാണ് അവിടെ വലിയ വിജയമായിട്ട് ആഘോഷിക്കുന്നത്. അവരോട് പറയാനുള്ളത്, ഗുജറാത്തിലെ പാൽ സൊസൈറ്റികളിലൂടെയാണ് BJP വളർന്നു വന്നത്. അവരാദ്യം ഗുജറാത്തിൽ പിടിച്ചതും അവരെവിടെങ്കിലും ഗുജറാത്തിൽ അധികാരത്തിൽ വന്നിട്ടുണ്ടെങ്കിലും അത് ആദ്യം പാൽ സൊസൈറ്റികളിൽ തന്നെയാണ്. അപ്പൊ പാൽ സൊസൈറ്റി അത്ര ചെറുതല്ല. പാൽ സൊസൈറ്റി കൂടെ തന്നെ ഒരു സംസ്ഥാനം സ്വന്തമാക്കിയവരാണ് അവര്. അപ്പൊ പാൽ സൊസൈറ്റികളിൽ അവർ തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നു. പിന്നീട് ഈ നഗരങ്ങളില് ഈ മുനിസിപ്പാലിറ്റിയിലുമൊക്കെ ജയിക്കുന്നു. അപ്പോഴേക്കും അവർക്കൊരു ലീഡർഷിപ്പ് അവർക്ക് വരുന്നു. ഈ സമയത്ത് ഈ 90 വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഈ ഗുജറാത്തിനെ സംബന്ധിച്ച്, അതായത് ഞാൻ അവിടെ ഉള്ള സമയത്തും ഗുജറാത്തിനെ സംബന്ധിച്ച് എപ്പോഴും വർഗീയ കലാപം നടക്കുന്ന അല്ലെങ്കിൽ ലഹള നടക്കുന്ന ഒരു ഇടമാണ്. അത് നിമിഷ നേരം മതി. ഒരുപക്ഷെ നമ്മൾ സാധനം വാങ്ങിക്കാൻ പോകുന്ന തെരുവിൽ നമ്മൾ സാധനം വാങ്ങിച്ച് തീരുമ്പോഴേക്കും ഇപ്പറ കലാപം തുടങ്ങും. റോഡ് ബ്ലോക്ക് ആകുന്നു, പട്ടാളം ഇറങ്ങുന്നു, CRPF ഇറങ്ങുന്നു, ബ്ലോക്ക് ആകുന്നു. കാരണം ഈ ചെറിയ ഇഷ്യൂസുകൾ, വളരെ സെൻസിറ്റീവായ ഏരിയ ഉണ്ട്. ബെറൂച്ച്, അതുപോലെ തന്നെ അഹമ്മദാബാദ്, എല്ലായിടത്തും ഉണ്ട് ഇങ്ങനെ ഉള്ള ഓരോ ഇടങ്ങളുണ്ട്.
വളരെ പെട്ടെന്നാണ് ഈ കലാപം ഉണ്ടായത്. അത് എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ UP പോലൊക്കെ തന്നെ ഏറ്റവും കൂടുതൽ കലാപം ഉണ്ടായ ഒരു സംസ്ഥാനമാണ് ഈ ഗുജറാത്ത്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ കാലം ഈ കർഫ്യൂ ഏർപ്പെടുത്തിയിട്ടുണ്ട്. മിക്കവാറും സ്ഥലങ്ങളിലൊക്കെ കർഫ്യൂ ആണ്. ഗുജറാത്തില് എവിടൊക്കെ പോയിട്ടുണ്ടോ അവിടൊക്കെ നമ്മളിപ്പോ പോകുന്ന വഴി കുഴപ്പമൊന്നും കാണില്ല. തിരിച്ചു വരുമ്പോഴേ ആ റോഡ് ബ്ലോക്ക് ആണ്. എന്താ പ്രശ്നം? അവിടെ കലാപം ഉണ്ടായി, കർഫ്യൂ ആണ് ആ ഏരിയയിൽ, നമുക്ക് പോകാൻ പറ്റില്ല, വേറൊരു റൂട്ട് വഴി വേണം നമ്മൾ പോകാൻ. ഇങ്ങനെ നടന്ന ഒരു സംസ്ഥാനം, സാമ്പത്തിക അവസ്ഥ തരണം, ജനങ്ങൾ ആകപ്പാടെ എന്താ പറയുന്നത്, വല്ലാത്തൊരവസ്ഥ. എനിക്ക് തോന്നുന്നു മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അത് ഏറ്റവും കൂടുതൽ ലഹള ഉണ്ടാക്കിയ ഒരു സംസ്ഥാനം ഗുജറാത്താണ്. വലിയ രീതിയിൽ ഗുജറാത്ത് ഏതാണ്ടൊക്കെ ആ സമയത്ത് വലിയ രീതിയിൽ തന്നെ കർഫ്യൂവിലേക്ക് പോയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പോ പിന്നീട് ഈ കോൺഗ്രസിന്റെ കൂടെ നിന്നിരുന്ന ഈ പട്ടേദാർ വിഭാഗം, അതായത് പട്ടേൽ, അവരാണ് അവിടുത്തെ ഒരു 10-13% വരുന്നവരാണ്. അപ്പോ അവര് ഒരു വിഭാഗം കോൺഗ്രസുമായിട്ട് അകലുകയും അവർ BJPയുടെ ഒപ്പം ചേരുകയും ചെയ്തതാണ് BJPയുടെ ഒരു ബേസ് വോട്ട് ബാങ്ക് ആയിട്ട് ഈ പട്ടേദാർ വിഭാഗം അല്ലെങ്കിൽ പട്ടേൽ വിഭാഗം മാറുകയും ചെയ്തു. അവിടെയാണ് ഈ കേശുഭായ് പട്ടേൽ RSSന്റെ പ്രചാരകനായിരുന്നു. അദ്ദേഹം ആണ് അവിടെ ഈ BJPയുടെ ഒരു ലീഡർഷിപ്പിലേക്ക് ഉയർന്നു വരും. അദ്ദേഹം ആദ്യം നഗരസഭയിൽ നിന്ന് ജയിച്ചു, പിന്നീട് നിയമസഭയിൽ നിന്ന് ജയിച്ചു. അങ്ങനെ ഒരു ശക്തനായ നേതാവ്. അദ്ദേഹം അവിടുത്തെ കാർഷിക വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട്, അദ്ദേഹം ഒരു കർഷകനായിരുന്നു, കർഷക നേതാവും കൂടെ ഒക്കെ ആയിരുന്നു അദ്ദേഹം. അപ്പൊ ആ കാർഷിക വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് അദ്ദേഹം അധികാരത്തിലേക്ക് വരുന്നത്. ഇതേപോലെ തന്നെ കാർഷിക വിഷയങ്ങൾ ഉയർത്തി അധികാരത്തിൽ വന്ന ഒരു മുഖ്യമന്ത്രിയാണ് BJPയുടെ നമ്മുടെ യെദ്യൂരപ്പ. യെദ്യൂരപ്പയും കാർഷിക, അപ്പൊ രണ്ട് മുഖ്യമന്ത്രിമാര് കാർഷിക വിഷയത്തിലൂടെ കയറി വന്നവരാണ്. അപ്പൊ BJPയിലേക്ക് ഒരു ബേസ് വരുന്നു, BJP അവിടെ പതുക്കെ അധികാരം പിടിക്കുന്നതിലേക്ക് വരുന്നു. അപ്പോഴേക്കും BJPയുടെ ഒരു പ്രവർത്തനം, അപ്പം പിന്നീട് ഈ രാമ ജന്മഭൂമി ഇഷ്യൂസുകളൊക്കെ വലിയ രീതിയിൽ തന്നെ കത്തിക്കുന്നത് ഈ ഗുജറാത്തിലാണ് എന്ന് തന്നെ പറയേണ്ടി വരും. ആദ്യം നമ്മുടെ കേശുഭായ് പട്ടേൽ മുഖ്യമന്ത്രിയാകും. ഞാൻ അവിടെ പോകുന്ന 99-2000 ആ കാലമാണ്, 2000 കാലമാണ്. ആ സമയത്ത് ഈ കേശുഭായ് പട്ടേൽ റിസൈൻ ചെയ്ത് അദ്ദേഹത്തിന്റെ ഒരു അവസാന കാലം, അതായത് മോദി വരുന്നതിന് തൊട്ട് മുമ്പുള്ള ഒരു കാലം. അവിടത്തേക്കാണ് ശങ്കർ സിംഗ് വഗേല കടന്നു വരുന്നത്. ശങ്കർ സിംഗ് വഗേല ശരിക്കും പറഞ്ഞാൽ ജനസംഘത്തിലൂടെ, RSSന്റെ സ്വയം സേവനായ ജനസംഘത്തിലൂടെ വളർന്നു വന്നു, ജനതാ പാർട്ടിയിലൂടെ പിന്നെ BJPയിലേക്ക് എത്തുകയായിരുന്നു. അങ്ങനെ ശങ്കർ സിംഗ് വഗേലയും കേശുഭായ് പട്ടേൽ തമ്മിൽ അടി നടത്തുകയും പിന്നെ ശങ്കർ സിംഗ് വഗേല BJPക്കാര് അവിടെ മുഖ്യമന്ത്രിയാക്കി വെച്ചു, കേശുഭായ് പട്ടേലിനെ സൈഡാക്കി നിർത്തി. അതിനുശേഷം പിന്നീട് വീണ്ടും തർക്കം ആരംഭിച്ചു തുടങ്ങി. അങ്ങനെ ശങ്കർ സിംഗ് വഗേല പുറത്തു പോകുന്നു. അദ്ദേഹം ഒരു പാർട്ടി രൂപീകരിച്ചു, രാഷ്ട്രീയ ജനതാ പാർട്ടി എന്നൊരു പാർട്ടിയൊക്കെ രൂപീകരിച്ചു. പിന്നീട് ആ പാർട്ടി കോൺഗ്രസിൽ ലയിച്ചു. പിന്നീട് ഈ അവസാന കാലത്തൊക്കെ ശങ്കർ സിംഗ് വഗേലയ്ക്ക് BJPയോട് തിരിച്ചു വരണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഒന്നും നടന്നില്ല. അദ്ദേഹത്തിന് ഒരു രാജ്യസഭാ സീറ്റിലൊക്കെ വലിയ ആഗ്രഹമായിരുന്നു, നടന്നില്ല. ഈ കേശുഭായ് പട്ടേൽ പോയിട്ട് അദ്ദേഹം ഒരു പാർട്ടി അവിടെ രൂപീകരിച്ചു. ആ പാർട്ടിയുടെ പേര് ഗുജറാത്ത് പരിവർത്തൻ പാർട്ടി എന്ന് പറഞ്ഞൊരു പാർട്ടി രൂപീകരിച്ചു കേശുഭായ് പട്ടേൽ. പിന്നീട് കേശുഭായ് പട്ടേൽ 2014 നരേന്ദ്രമോദി അധികാരത്തിൽ കയറി കഴിഞ്ഞപ്പോൾ കേശുഭായ് പട്ടേൽ വീണ്ടും BJPയിലേക്ക് തിരിച്ചു വരികയുണ്ടായി. അങ്ങനെ കേശുഭായ് പട്ടേലിന്റെ ഭരണം ആടിയുറഞ്ഞു നിൽക്കുന്ന ആ ഒരു സമയത്താണ്, ഞാൻ അവിടെ ഉണ്ടായിരുന്ന ഒരു സമയം കൂടിയാണ്, അതായത് മൊത്തം കുത്തഴിഞ്ഞ് കിടക്കുന്നു ഒരു സംസ്ഥാനമായിട്ട് അത് നിൽക്കുന്ന സമയത്താണ് ഈ നരേന്ദ്രമോദി അവിടെ അധികാരത്തിൽ വരുന്നത്. നരേന്ദ്രമോദി അധികാരത്തിൽ വരുമ്പോഴേക്കും 2001 അദ്ദേഹം കുറച്ചുനാൾ കയറി. അതിനുശേഷം 2002 ആയപ്പോഴേക്കും അദ്ദേഹം ഇലക്ഷൻ നേരിടുകയായിരുന്നു. അപ്പം ആ സമയത്ത് ഗുജറാത്തിന്റെ ഒരു സമീപകാല ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഈ പട്ടേദാർ വിഭാഗം അല്ലാത്ത ഒരാള്, ഒരു OBC-കാരൻ അവിടെ കയറി മുഖ്യമന്ത്രിയാണ്, നരേന്ദ്രമോദി. അപ്പൊ ഈ മോദിഗഞ്ചി വിഭാഗത്തിലുള്ള കാസ്റ്റാണ് OBC-കാരൻ. അത് വലിയ വിവാദമായി. സത്യത്തിൽ നരേന്ദ്രമോദി എല്ലായിടത്തും പറയാറുണ്ട്, ഞാനൊരു പിന്നോക്കക്കാരാണ്, OBC-കാരാണ് പ്രസംഗങ്ങളൊക്കെ പറയാറുണ്ട്. അപ്പൊ അത് കോൺഗ്രസ്സുകാരുണ്ടൊരു കേസ് ഫയൽ ചെയ്തിട്ട് അവര് പറഞ്ഞു, മോദി ആദ്യം പറഞ്ഞു മോദിയുടെ വ്യാജ ജാതി ഇതാണ്, OBC ആണ്, വ്യാജനാണെന്ന് പറഞ്ഞു. പിന്നീട് അത് പോയതെന്ന് വെച്ചാല് ഈ മോദി അധികാരത്തിൽ കയറിയതിനു ശേഷമാണ്, അതായത് മോദി മുഖ്യമന്ത്രി ആയതിനു ശേഷമാണ് ഈ മോദിഗഞ്ച് വിഭാഗത്തിന് OBC-യിൽ പെടുത്തിയത് എന്നൊരു വാദഗതിയുണ്ട്. പക്ഷെ അത് തെറ്റായിരുന്നു. 1998 തന്നെ ഈ മോദിഗഞ്ച് വിഭാഗത്തിന് ഈ OBC പട്ടികപ്പെടുത്തിയിരുന്നു. അപ്പൊ ഇതിനകത്ത് ഈ മോദി വിഭാഗം എന്ന് പറയുമ്പോൾ അത് OBC അല്ല എന്ന് പറയുന്നവർക്ക് ചില കാരണങ്ങളുണ്ട്. അത് കാരണം എന്തെന്ന് വെച്ചാൽ ഈ മോദിയിൽ തന്നെ ഉള്ളതാണ് മോദി ബനിയ, മോദി ബ്രാഹ്മണ, അങ്ങനെയുള്ള വിഭാഗങ്ങൾ അതിനകത്തുണ്ട്. അപ്പൊ പൊതുവെ ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ നായന്മാര്, നമ്മുടെ കേരളത്തിലൊന്നും അതില്ലെങ്കിൽ പോലും നായർ എന്ന് പറയുന്ന ആ ഒരു കാസ്റ്റിന് താഴെ 25ഓളം ക്ലാസിഫിക്കേഷൻ ഉണ്ട്. നായരുണ്ട്, മേനോനുണ്ട്, പിള്ളയുണ്ട്, നമ്പ്യാരുണ്ട്, തന്നിങ്ങനെ പോകും. ഈഴവർക്കും ഉണ്ട്, എല്ലാ വിഭാഗത്തിനും ഉണ്ട്. പക്ഷെ നോർത്തിലേക്ക് പോകുമ്പോൾ ആ പ്രത്യേക വിഭാഗം ഒരു പ്രത്യേക ബ്ലോക്കായിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒന്നാണ് ഈ മോദിഗഞ്ച്. അത് ശരിക്കും പറഞ്ഞ കോൺഗ്രസിന്റെ ഭരണകാലത്ത് തന്നെയാണ്, മീൻസ് അവിടെ കേന്ദ്രത്തിൽ കോൺഗ്രസ് ഭരിക്കുമ്പോൾ തന്നെയാണ് ഇവരെ OBC പട്ടികപ്പെടുന്നത്. അതിനുശേഷമാണ് നരേന്ദ്രമോദി അവിടെ
2002 അധികാരത്തിൽ വരുന്നത്. അതിന് മുമ്പ് തന്നെ അദ്ദേഹത്തെ ഈ മോദിഗഞ്ച് കാസ്റ്റിന് അതിലേക്ക് പെടുത്തി. OBC വിഭാഗത്തിന് ഏതാണ്ട് 40-45% വോട്ടുള്ള ഒരു സംസ്ഥാനമാണ് ഗുജറാത്ത്. 26% ജനറൽ ജാതിക്കാരുണ്ട്, ബ്രാഹ്മണരടക്കമുള്ള ജാതിക്കാരുണ്ട്. ഈ മോദിയുടെ വിഭാഗം പറയുമ്പോഴാണ് ആ മോദി ബനിയയിലുള്ളതാണ് നമ്മുടെ അംബാനിയൊക്കെ കേട്ടോ. ഇനി വേണമെങ്കിൽ അവരെ റിലേഷൻ ചെയ്ത് വേണം സ്റ്റോറിയൊക്കെ ഭാവി വരുമായിരിക്കും. അങ്ങനെ ഒരു ബന്ധമുണ്ട്. അതിനകത്തുള്ള ബ്രാഹ്മണ വിഭാഗത്തിൽപ്പെടുന്നതാണ് നമ്മുടെ മഹാത്മാഗാന്ധി. മോദി ബ്രാഹ്മൺസ് വരുന്നതാണ് മഹാത്മാഗാന്ധി. അപ്പം ഇങ്ങനെ വരുന്നു. അതിനുശേഷം നരേന്ദ്രമോദി അധികാരത്തിലേറുന്നു. നരേന്ദ്രമോദി അധികാരത്തിലേറിയതിനു ശേഷമാണ് ഒരു വലിയ കലാപത്തിലേക്ക് ഗുജറാത്ത് നീങ്ങുകയാണ്. ആ ഒരു കലാപത്തിന് ശേഷം കലാപത്തിന് മുമ്പ് തന്നെ നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ ഒരു കഴിവ് തെളിയിച്ചിരുന്നു, പ്രത്യേകിച്ച് ഈ കച്ച് മേഖലയിൽ ഭൂകമ്പവുമായി ബന്ധപ്പെട്ടിട്ട്. അങ്ങനെയാണ് നരേന്ദ്രമോദി അവിടെ വരുന്നത്. അപ്പോഴത്തേക്കും കേശുഭായ് പട്ടേലിന്റെ ഭരണമാകെ ആടി ഉലഞ്ഞ് നാശമായിട്ടിരിക്കുന്ന സാഹചര്യം. അടൽ ബിഹാരി വാജ്പേയി ആണ് അന്നത്തെ ഈ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആയ നരേന്ദ്രമോദിയെ വിളിച്ചു പറയുന്നത്, നിങ്ങൾക്ക് പോകാൻ കഴിയുമോ ഗുജറാത്തിൽ, പോകാൻ കഴിയുമെങ്കിൽ ഇങ്ങനെ. കാരണം അവിടുത്തെ മുഖ്യമന്ത്രിയെ കൊണ്ട് ഒന്നും നടക്കുന്നില്ല. അപ്പോഴേക്കും ഈ കേശുഭായ് പട്ടേലിന് നടക്കാൻ വയ്യാത്ത, മുട്ടിന് ശസ്ത്രക്രിയയൊക്കെ ചെയ്ത് അദ്ദേഹത്തിന് വയ്യ, ശാരീരികപരമായി വയ്യ. രണ്ടാമത് പാർട്ടിക്കുള്ളിൽ വലിയ പ്രശ്നങ്ങൾ, ഈ അടിക്കുന്ന സാഹചര്യത്തിലാണ് ഗുജറാത്തിൽ ഈ കച്ചിൽ ഈ ഭൂകമ്പം വരുന്നത്. അവിടത്തേക്ക് നരേന്ദ്രമോദിയെ വിളിച്ച് ചോദിക്കുന്നു പോകാമോ. അപ്പം നരേന്ദ്രമോദി ആവശ്യപ്പെട്ട രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഈ ചാർജ് പെട്ടെന്ന് പോകാത്തൊരു ഫോൺ എനിക്ക് ആവശ്യമാണ്. രണ്ടാമത്തെ കാര്യം, ഞാൻ പറഞ്ഞാൽ കേൾക്കുന്ന ഉദ്യോഗസ്ഥന്മാർ എനിക്ക് വേണം ഗുജറാത്തിൽ നിന്ന്. ഈ രണ്ട് കാര്യവും എഗ്രി ചെയ്തിട്ടാണ് പുള്ളി ദില്ലിയിൽ നിന്ന് നേരെ ഗുജറാത്തിലേക്ക് എത്തുന്നത്. അവിടെ എത്തി ഏതാണ്ട് ഒരു 2-3 ആഴ്ച കഴിയുമ്പോൾ തന്നെ അവിടുത്തെ റോഡുകളെല്ലാം പുള്ളി ക്ലിയർ ചെയ്തു. ഈ കച്ച് മേഖലയിലെ ഭൂകമ്പം നടക്കും. അപ്പൊ തന്നെ നരേന്ദ്രമോദി അവിടെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു താരമായിട്ട് മാറി. അദ്ദേഹം ആ സ്റ്റേറ്റ് പൊളിറ്റിക്സിൽ ഇല്ല എന്നുകൂടി ഓർക്കണം. അവിടെ സ്റ്റേറ്റ് പൊളിറ്റിക്സിലേക്ക് വരാൻ യാതൊരു സാധ്യതയും ഇല്ലാത്ത ആള്, ആർക്കും അറിയാൻ പാടില്ലാത്ത ഒരാള്, അദ്ദേഹം പെട്ടെന്ന് തന്നെ ഹിറ്റ് ആകുന്നത് ഈ കച്ചിലെ ഈ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുടെ പേരിലാണ്. എല്ലാം ഒരു 3 മാസങ്ങളിൽ കച്ചിന്റെ ആ ഒരു അവശിഷ്ടങ്ങളൊക്കെ നീക്കം ചെയ്യാനും അവരെ ഒരു സാധാരണ നിലയിലേക്ക് അവിടുത്തെ ജനങ്ങളെ കൊണ്ടുവരാനും അദ്ദേഹത്തിന് കഴിഞ്ഞതോടുകൂടി അദ്ദേഹം ഹിറ്റായി മാറുകയാണ്. അത് കഴിഞ്ഞ് പാർട്ടി അദ്ദേഹത്തിന് കൊടുത്ത, അപ്പൊ പാർട്ടിക്ക് മനസ്സിലായി ഇവിടെ ഈ ജാതിയും അല്ലെങ്കിൽ അതിന്റെ ക്ലാസിഫിക്കേഷൻ നോക്കിയിട്ട് കാര്യമൊന്നുമില്ല, ഇദ്ദേഹത്തെ പിടിച്ച് മുഖ്യമന്ത്രി ആക്കണമെന്ന് തോന്നുന്നു. അദ്ദേഹത്തെ പിടിച്ച് മുഖ്യമന്ത്രി ആക്കുകയും ചെയ്തു. ഇതിനകത്ത് പ്രതിഷേധിച്ചുകൊണ്ടാണ് നമ്മുടെ കേശുഭായ് പട്ടേൽ പോകുന്നത്, വേറെ പാർട്ടി ഉണ്ടാക്കുന്നതും. പരിവർത്തൻ പാർട്ടി, ഗുജറാത്ത് പരിവർത്തൻ പാർട്ടി ഉണ്ടാകും. ആ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ജയിച്ചു കേട്ടോ. ഈ കേശുഭായ് പട്ടേൽ ജയിച്ചു, വേറെ ഒരാളോട് ജയിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നു. 2 സീറ്റ് അങ്ങോട്ട് കിട്ടി. അപ്പൊ അതിനുശേഷം അതോടുകൂടി തന്നെ കേശുഭായ് പട്ടേൽ എന്ന് പറഞ്ഞു, എനിക്ക് പട്ടേദാർ വിഭാഗത്തിന്റെ ഒരു മേൽക്കൈ ആ ഒരു അപ്രമാദിത്വത്തിന് തടയിടാൻ കഴിഞ്ഞു. കേശുഭായ് പട്ടേലിന്റെ യുഗം തീരുന്നു. പിന്നെ മോദി യുഗത്തിലേക്ക് പോകുന്നു. അതിനുശേഷം അവർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചത്, സംഘപരിവാർ ഗുജറാത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചത്, അവരുടെ പിന്നിൽ സ്ട്രോങ് ആയിട്ടൊരു വോട്ട് ബാങ്ക് സൃഷ്ടിച്ചെടുക്കുക. എല്ലാ കാലത്തേക്കും വേണ്ടിയിട്ടുള്ള ഒരു വോട്ട് ബാങ്ക് അവർക്ക് വേണം. ആ ഒരു വോട്ട് ബാങ്കിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് പിന്നീട് അവർ നടത്തിയത്. അതിനൊക്കെ അവരെ ഒരു വലിയ പരിധി വരെ ഹിന്ദുത്വ അജണ്ട അവർക്ക് അതിനു വേണ്ടിയിട്ട് അവർ നന്നായി ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷെ എന്നിട്ടും അവർക്ക് കടന്നു ചെല്ലാൻ പറ്റാത്ത മേഖല, ഇന്നും അവർക്ക് വലിയ വേരോട്ടം ഉണ്ടാക്കാൻ കഴിയാത്ത മേഖല അവിടുത്തെ ഈ ഷെഡ്യൂൾ ട്രൈബ്സിന്റെ ഇടയിലും മറ്റുമാണ്. 15% വോട്ടർമാരുണ്ട്. ആ ഒരു മേഖലയിലേക്കാണ് അവർക്ക് വലിയ കടന്നുകയറ്റം. പക്ഷെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പില് നമ്മൾ ശ്രദ്ധിച്ചൊരു കാര്യം, ഈ ട്രൈബ്സ് മേഖലയിൽ അവർ നേട്ടം ഉണ്ടാക്കിയെന്നുള്ളതാണ്. കോൺഗ്രസിനെ സംബന്ധിച്ച് പറഞ്ഞാൽ ഈ ട്രൈബ്സ് മേഖലയിലും ഈ മുസ്ലിം ആധിപത്യ മേഖലയിലും ഒക്കെ തന്നെ അവർക്ക് സ്വാധീനമുണ്ട്, ഇപ്പോഴുമുണ്ട്. അതൊന്നും പെട്ടെന്ന് തീരുമെന്ന് കരുതാൻ കഴിയില്ല. പക്ഷെ അവർക്കൊരു നല്ല ലീഡർഷിപ്പ് ഇല്ല, അത് മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള കഴിവ്. അവിടെയാണ് ഈ ആം ആദ്മി പാർട്ടി കയറി ഇപ്പൊ കളം പിടിക്കാൻ തുടങ്ങിയത്. അത് കോൺഗ്രസിനെ ക്ഷീണിപ്പിക്കും. BJP അല്ല ശരിക്കും പറഞ്ഞ ഗുജറാത്തിലെ കോൺഗ്രസിന് ശത്രു ഞാനിപ്പോഴും വിശ്വസിക്കുന്നത് BJP അല്ല, ആം ആദ്മിയാണ്. ഈ ആം ആദ്മി നിന്നിട്ട് ഇവന്റെ ഈ അടിയിലുള്ള മണ്ണ് മുഴുവൻ വലിച്ചുകൊണ്ട് പോവുക ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഈ ആം ആദ്മി എവിടെ അങ്ങനെ ക്ലച്ച് പിടിച്ച് വരുന്നുമുണ്ട്. കാരണം ഈ കോൺഗ്രസിനെ കൊണ്ട് ഇനിയൊന്നും കഴിയത്തില്ല, അവരെ കൊണ്ട് പറ്റില്ല എന്ന് കരുതുന്ന ഒരു വലിയ വിഭാഗം പേര് വരുന്നുണ്ട്. അത് മാത്രമല്ല BJP ഇപ്പൊ തുടർച്ചയായി ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ തുടർച്ചയായി ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായി ഏത് സംസ്ഥാനത്താണെങ്കിലും ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടാകും. ആ ഭരണവിരുദ്ധ വികാരത്തിന് മുതലെടുക്കാനായിട്ട് ഈ കോൺഗ്രസ് കഴിയുന്നില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. കഴിഞ്ഞ തവണ BJP മുമ്പോട്ട് വെച്ച ഒരു കാര്യം മാത്രമല്ല, നമുക്ക് ഈ റെക്കോർഡ് ബ്രേക്ക് ചെയ്യണം. 1980 മാധവസിംഗ് സോളങ്കി കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി 145 സീറ്റോടുകൂടി അധികാരത്തിൽ വന്നു. നമുക്ക് ആ റെക്കോർഡ് ബ്രേക്ക് ചെയ്യണം എന്നൊരു ഒറ്റ അജണ്ടയിലാണ് അവർ ഇലക്ഷൻ മുമ്പോട്ട് പോയത്. പിന്നെ വലിയ രീതിയിലുള്ള വികസനങ്ങൾ നടന്നു. സാമ്പത്തിക ആ ഒരു അസ്ഥിരാവസ്ഥ മാറി. കാരണം ഗുജറാത്തികൾ പൊതുവെ തന്നെ ഈ ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ളവരായിരുന്നു. അവിടെ ഈ നരേന്ദ്രമോദി കയറിയതിനു ശേഷം അവിടെ ചെയ്തു വെച്ച നല്ല കാര്യം എന്ന് വെച്ചാൽ സുതാര്യമാക്കി. ബിസിനസ് തുടങ്ങാൻ താല്പര്യമുള്ളവരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് നടപടിക്രമങ്ങൾ സുതാര്യമാക്കി. കാരണം ഗുജറാത്തികൾ പൊതുവെ തന്നെ ബിസിനസ്സുകാരാണ്. ചെറിയ ബിസിനസ് ആയാലും വലിയ ബിസിനസ് ആയാലും ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ്. അപ്പൊ എന്ത് പറ്റി, ഉദാരമാക്കുകയും ഫോറിൻ കമ്പനികൾക്ക് അവിടെ യഥേഷ്ടം വന്ന് കമ്പനികൾ സ്റ്റാർട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ, അതായത് ടാക്സ് ഇളവുകളും മറ്റും കൊടുത്ത് അതിലൊരു ഡെവലപ്ഡ് സ്റ്റേറ്റ് ആക്കി മാറ്റുകയായിരുന്നു. ആ ഒരു ഡെവലപ്ഡ് സ്റ്റേറ്റിലും അതിനോടൊപ്പം തന്നെ
BJP-ക്കാരെ അല്ലെങ്കിൽ സംഘപരിവാർ ആഹോരാത്രം പണിയെടുത്ത് അവരുടെ ഒരു ഉറച്ച വോട്ട് ബാങ്ക് സൃഷ്ടിച്ചെടുക്കാൻ കഴിയും. അതുകൊണ്ടാണ് ഈ ഭരണവിരുദ്ധ വികാരങ്ങൾ നിലനിൽക്കുമ്പോഴും BJP വലിയ രീതിയിൽ അവിടെ ജയിച്ചു കയറുന്നത്. കാരണം അവരുടെ ഒരു ഉറച്ച വോട്ട് ബാങ്ക്. ഇപ്പോൾ അത് പിന്നീട് അവർ ചെയ്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധ പതിപ്പിച്ച് മുസ്ലിം വോട്ടുകളിലാണ്. മുസ്ലിം വോട്ടുകൾ ഒന്നിച്ച് കിട്ടില്ല എന്ന് അവർക്ക് നന്നായി അറിയാം. ആ വോട്ടുകൾ ഈ തൊഹബ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഈ മുസ്ലിം വിഭാഗമുണ്ട്. ഇവരിപ്പോ എല്ലായിടത്തും ചെയ്തുകൊണ്ടിരിക്കുന്ന പണി അതാ BJP. അവർ ഈ മുസ്ലിം വിഭാഗത്തെ ഒന്നിച്ച് കിട്ടില്ല. അപ്പൊ എന്ത് പറ്റും? മുസ്ലിം വിഭാഗത്തിനകത്തുള്ള വിവിധ വിഭാഗങ്ങളുണ്ട്. അതായത് അതിനകത്തുകൊണ്ട് OBC, അതിനകത്തുകൊണ്ട് SC, ST, അവരെ വോട്ട് പിടിച്ചുകൊണ്ട് അവർക്ക് വേണ്ട ആനുകൂല്യങ്ങളും മറ്റു കാര്യങ്ങളും അവർക്ക് നൽകിയിട്ടുണ്ട്. ആ ഒരു വോട്ട് ബാങ്കിനെ അവർക്ക് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് അവർക്ക് കൂടെ നിർത്താൻ കഴിഞ്ഞു. അതാണ് പല മുസ്ലിം മേഖലകളിലും BJP-ക്ക് സീറ്റുകൾ ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടി. അതിന്റെ കാര്യം ഇതാണ്. UP-യിൽ ഇത് തന്നെയാണ് ഇവർ ചെയ്യുന്നത്. UP-യിൽ ഏതാണ്ട് ഈ പിന്നോക്കത്തിൽ, അതായത് മുസ്ലിംസിൽ തന്നെ പിന്നോക്കത്തിലുള്ള മുസ്ലിംസ് വലിയ ശതമാനമുണ്ട്. അപ്പം ഇതെന്ത് വരുന്നത്? ഇവരെ ഭരിക്കുന്നത് ഈ അപ്പർ ക്ലാസ്സിലുള്ള മുസ്ലിം വിഭാഗമുണ്ട്, സുന്നി പോലുള്ള മുസ്ലിം വിഭാഗമുണ്ട്. അവരാണ് ഈ താഴെത്തുള്ളവരെ ഭരിക്കുന്നത്. അപ്പം പസ്മന്ത എന്നാണ് അതിന് പറയുന്നത്, പസ്മന്ത മുസ്ലിംസ് എന്നാണ് അതിന് പറയുന്നത്. ഈ പിന്നാക്കത്തിലുള്ള മുസ്ലിങ്ങൾ, അതിനകത്ത് SC, ST, OBC എല്ലാം ഉണ്ട്. അപ്പൊ ഇവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഈ കേന്ദ്രവും സംസ്ഥാന സർക്കാരും നേരിട്ട് ചെയ്യാൻ കൊടുത്തപ്പോഴത്തേനും അവർക്ക് മനസ്സിലായി എന്തിനാണ് ഈ ഇടനിലക്കാർ, ഇമാര് നമുക്ക് തരുന്നില്ല, നമ്മളെ വെറും അടിമകളാക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ്. തോന്നിയപ്പോഴാണ് അത് മാറ്റം. അങ്ങനെ ഒരു മാറ്റം. അതുപോലെ ജൈനർക്ക് വലിയ സ്വാധീനമുള്ള ഒരു സംസ്ഥാനം. വലിയ സ്വാധീനം വെച്ചാൽ ഏതാണ്ട് 1% ജൈനന്മാരുണ്ട്, നമ്മുടെ അമിത്ഷായുടെ ഒക്കെ ഒരു കാസ്റ്റ്. അപ്പം അങ്ങനെയുമുള്ള ഒരു സംസ്ഥാനമാണ്. ഏതായാലും അവിടുത്തെ ജാതീയ സമവാക്യങ്ങൾ മാറ്റിമറിക്കാൻ നരേന്ദ്രമോദിക്ക് കഴിഞ്ഞു, BJP-ക്ക് കഴിഞ്ഞു. ഒപ്പം തന്നെ ഹിന്ദുത്വത്തിന്റെ അടിത്തറ ഇളകാതെ നോക്കാനും അവർക്ക് കഴിഞ്ഞു. ഒപ്പം തന്നെ ഗുജറാത്തിൽ നരേന്ദ്രമോദി കയറിയതിനു ശേഷം ഈ ദേശീയത, ഗുജറാത്ത് ദേശീയത കൊണ്ടുവരാൻ ഒരു വലിയ ശ്രമം നടത്തി. അത് മാത്രമല്ല, ഈ എവിടെയും ഗുജറാത്തികൾക്ക് ഒരു ഇമ്പോർട്ടൻസ് കിട്ടാൻ തുടങ്ങി. മുമ്പ് ഈ നരേന്ദ്രമോദി അധികാരത്തിൽ കയറുന്ന ഗുജറാത്തികൾക്ക് വലിയ ഇമ്പോർട്ടൻസ് ഇല്ലായിരുന്നു. കൂടുതലും മറ്റ് സംസ്ഥാനങ്ങൾക്കായിരുന്നു ഒരു തലപ്പൊക്കം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഗുജറാത്തികൾ വലുതായിട്ട് ഹൈലൈറ്റ് ചെയ്യപ്പെടാൻ തുടങ്ങി. ഒപ്പം തന്നെ ഈ സർദാർ പട്ടേലിന്റെ പ്രതിമയൊക്കെ സ്ഥാപിച്ചുകൊണ്ട് ഗുജറാത്തിന്റെ ഒരു ദേശീയത ഇന്ത്യൻ ദേശീയതയുമായി കൂട്ടിക്കെട്ടിക്കൊണ്ട് ഒരു ഇതുണ്ട്. പക്ഷെ അത് ഇതിപ്പോ മോദി കയറിയതിനു ശേഷം തുടങ്ങിയതൊന്നും അല്ല. അതിനു മുമ്പ് നമ്മുടെ LK അദ്വാനി ഗാന്ധിനഗറിൽ നിന്നാണ് സ്ഥിരം ജയിച്ചുകൊണ്ടിരുന്നത് ഗുജറാത്തില്. LK അദ്വാനിയുടെ രഥയാത്ര തുടങ്ങുന്ന സോമനാഥ ക്ഷേത്രത്തിൽ നിന്നാണ്, ഗുജറാത്തിലെ സൂര്യക്ഷേത്രം, സോമനാഥ ക്ഷേത്രം. അപ്പൊ അന്നേ തൊട്ട് BJP-ക്കാർ ഗുജറാത്തിലെ ഹൈലൈറ്റ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ടായിരുന്നു. അപ്പൊ അതുമൊക്കെ ഗുജറാത്തികളുടെ മനസ്സിൽ ഒരു ദേശീയ വികാരം, നരേന്ദ്രമോദിയോടുള്ള ഇത്, പിന്നെ ഹിന്ദുത്വം, ഇത് തന്നെയാണ്. അത് ഇപ്പൊ ഉടനെയൊന്നും മറിയുമെന്ന് തോന്നുന്നില്ല. വരും കാല തെരഞ്ഞെടുപ്പുകളിലും അങ്ങനെ തന്നെ ആയിരിക്കും. ഇനി എന്താണെന്ന് അറിയാം. പക്ഷെ കോൺഗ്രസ് ഒരു ശക്തമായി വന്നാൽ BJP-ക്ക് ഒരു വെല്ലുവിളി ഉയർത്താൻ ഇപ്പോഴും കോൺഗ്രസ് ശക്തിയുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു ചേട്ടാ, വളരെ നന്ദി.